ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വഴുതനങ്ങ കൊണ്ടൊരു മോരുകറിയാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വഴുതനങ്ങ ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞെടുത്ത് ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വയ്ക്കണം. അതിൻ്റെ കറ പോകാനാണ്. അതിനുശേഷം അത് കുക്കറിലേക്ക് കഴുകി വാരി എടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. പിന്നീട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിൽ വേകാൻ വയ്ക്കുക. വിസിലടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ആവി വരുമ്പോൾ തന്നെ കുക്കർ ഓഫാക്കാം. ഇനി നമുക്ക് അതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് 1 കപ്പ് തേങ്ങ എടുത്ത് അതിലേക്ക് ഒരു 5-6 കാന്താരിമുളകാണ് ഞാൻ ചേർക്കുന്നത്. വേറെ ഏത് പച്ചമുളക് ചേർക്കാൻ സാധിക്കും. ചിലർ ജീരകം ചേർക്കും, ഞാനിവിടെ ചേർക്കുന്നില്ല. ഇപ്പോൾ വഴുതനങ്ങ വെന്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വേവിച്ചെടുക്കണം. വിസിലടിപ്പിച്ചിട്ടില്ല ഞാൻ. ജസ്റ്റ് ഒന്ന് വെന്ത് വന്നപ്പോൾ തന്നെ ഓഫാക്കി. അതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് തൈരും ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് പുളി നോക്കിയതിന് ശേഷം പുളി അനുസരിച്ച് ചേർക്കാം നമുക്ക്. ഇവിടെ തൈരിന് അത്ര പുളിയില്ല, അതുകൊണ്ട് ഞാൻ ആ 1 കപ്പ് ചേർത്തു. പിന്നീട് അത് അടുപ്പത്ത് വെച്ച് കുറച്ച് 2-3 മിനിറ്റ് ഒന്ന് ആവി വരണ വരെ ചൂടാക്കാം. നന്നായി ചൂടായതിന് ശേഷം ഓഫാക്കിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം ഉലുവ ഇട്ട് പൊട്ടിക്കുക. ഉലുവ പൊട്ടി വരുമ്പോൾ അതിലേക്ക് കടുക് ചേർക്കുക. കടുകും പൊട്ടി വരുമ്പോൾ വറ്റൽമുളക് ചേർക്കുക. 2-3 വറ്റൽമുളക് ചേർക്കണം. വറ്റൽമുളക് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇടുക. ഞാനിവിടെ കുറച്ച് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അത് കറിക്ക് നല്ല മണവും രുചിയൊക്കെ ഉണ്ടാകും. കറികൾ വയ്ക്കുമ്പോൾ ഇങ്ങനെ ചേർക്കുകയാണെങ്കിൽ നല്ലതാണ്. ഒരു കളറൊക്കെ ഉണ്ടാവും കറിക്ക്. ഇപ്പോൾ നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം. താങ്ക്